കണ്ടില്ലേ? ഇറ്റ്സ് മീ. അറ്റ് ലാസ്റ്റ് ഐ ലോസ്റ്റ് ഓൾ മൈ ഹോപ്സ്. അതുകൊണ്ട് എന്ത് പറ്റി? ഞാൻ ഈ ലോകത്ത് തന്നെ ഗുഡ് ബൈ കൊടുത്തു. പലരുടെ ലൈഫിൽ നടന്നിട്ടുള്ള കഥയായിരിക്കും ഇത്. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്, ബട്ട് ദിസ് ഗോസ് ലൈക്ക് എനിക്ക് വലിയൊരു സിനിമാ സംവിധായകനാവണമെന്നായിരുന്നു. ഒരു ഫേമസ് ഡയറക്ടർ ലൈക്ക് ക്രിസ്റ്റഫർ നോളൻ, ജെയിംസ് ക്യാമറോൺ. എനിക്ക് ഇംഗ്ലീഷ് മൂവീസാണ് കൂടുതൽ ഇഷ്ടം. സം മൂവീസ് ഗെറ്റ് ഡീപ്പ് ഇൻ ടു ഹാർട്ട്. എന്തിനാ ഇത്രയും വെട്ടമുള്ളപ്പോൾ ഞാനിപ്പോൾ ഈ ക്യാൻഡിൽ കത്തിച്ചെന്നാണ് ആലോചിക്കണ്ട. ഞാൻ പറയാം. ഇറ്റ്സ് മൈ വേ. ഞാൻ ഒരു ക്യാൻഡിൽ കത്തിച്ചു. അത് കത്തിത്തീരുന്നത് വരെയാണ് എൻ്റെ വർക്കിംഗ് ടൈം. മേ ബി 1 hour, 2 hour, ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്യാൻഡിൽ. സെപ്റ്റംബർ 10 എൻ്റെ ബർത്ത്ഡേ ആണ്. ആൻഡ് ദിസ് മെസ്സേജ് ഇവിടെ നിന്നാണ് എല്ലാം മാറാൻ പോകുന്നത്. റേച്ചൽ. ഞാൻ അവളെ കണ്ടിട്ടില്ല ഈ മെസ്സേജ് അയക്കുന്നവരെ. ഞാനധികം കാര്യമായിട്ട് എടുത്തില്ല. ഈ ലവ് എന്നൊക്കെ പറയുന്നത് എനിക്ക് വെറും ജസ്റ്റ് ഫിക്ഷണൽ സ്റ്റോറീസ് പോലെയാണെന്ന് തോന്നിയിരുന്നത്. ബട്ട് കാര്യങ്ങളൊക്കെ മാറി പറഞ്ഞു. സി അവളുടെ മെസ്സേജൊക്കെ എന്നെ ഹാപ്പി ആക്കാൻ തുടങ്ങി. പതുക്കെ ഞങ്ങൾ അടുത്ത് തുടങ്ങി. വല്ലാണ്ട് അടുത്ത് തുടങ്ങി. കോളേജിൽ അറ്റൻഡൻസും കുറഞ്ഞു തുടങ്ങി. പെട്രോളിൻ്റെ വിലയും കൂടി. അടുത്ത് തുടങ്ങി. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു. ഡെയിലി കോൾസ്, ലേറ്റ് നൈറ്റ് ചാറ്റ്സ്. അങ്ങനെ ഞാൻ ഇല്ലാതെ അവൾക്കും അവളില്ലാതെ എനിക്കൊന്നും പറ്റാത്തൊരു സിറ്റുവേഷൻ വരെ എത്തി. ആൻഡ് ഡിസംബർ 19, 2023 ദിസ് ഹാപ്പൻഡ്. എൻ്റെ കണക്ക് കൂട്ടലുകളൊക്കെ തെറ്റിയ നിമിഷം. എന്ത് ചെയ്യണമെന്നറിയാതായിപ്പോയ നിമിഷം. കുറേയേറെ തോട്ട്സ് മനസ്സിൽ വന്നു. എൻ്റെ എല്ലാ ഫ്രസ്ട്രേഷൻസും തീർത്തത് ഒരിടത്ത്. റേച്ചൽ. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? കുറച്ചധികം സ്വസ്ഥത പോയിത്താ. അന്ന് ഞാൻ ആദ്യമായിട്ട് അവളുടെ അടുത്ത് ചൂടായി. ഞാനാകെ മാറിപ്പോയി. ആരോടും അധികം സംസാരിക്കാറില്ല. റേച്ചലിൻ്റെ അടുത്ത് പോലും അവൾ കാരണമാണ് ഇതൊക്കെ എന്നുള്ളൊരു തോട്ട് എപ്പോഴും മനസ്സിൽ ലൂപ്പടിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഇതൊന്നും മനഃപൂർവ്വമായിരുന്നില്ല. യെസ്, ഐ ആം ഓവർ തിങ്കിങ്. അവൾ വിളിക്കുമ്പോഴെല്ലാം ഞാൻ അവോയ്ഡ് ചെയ്തുകൊണ്ടിരുന്നു.
and I tried to give more focus on my fashion. 8 മാസമായി ഞാൻ റേച്ചലിനോട് സംസാരിച്ചിട്ട്. ഞാൻ ഇതുവരെ എൻ്റെ പാഷനൊരു സ്റ്റെപ്പ് പോലും പ്രോഗ്രസ് ചെയ്തിട്ടില്ല. ഞാനൊരു ഫെയിലിയർ ആണെന്ന് തോന്നി തുടങ്ങി. പിന്നെ റേച്ചലിനോട് ചെയ്തതിനൊക്കെ റിഗ്രറ്റ് അടിക്കാനും തുടങ്ങി. എൻ്റെ ഇതാണ് എൻ്റെ കഥ. നിങ്ങൾ കണ്ടില്ലേ, ഓവർ തിങ്ക് കാരണം നല്ലൊരു റിലേഷൻഷിപ്പ് പോയി.
ഈഗോ കാരണമൊന്നും ചെയ്യാൻ പറ്റാത്ത. ആൻഡ് മൈ ഫൈനൽ ഡിസിഷൻ വാസ് ടു ബ്രിങ് ആൻ എൻഡ്. പുറത്തുള്ള കാര്യങ്ങൾ വേറൊരു സിറ്റുവേഷനായിട്ട് ഇൻ്റർഫിയർ ചെയ്യാതെ ഇരിക്കുക. ചെയ്താൽ യു വിൽ റിഗ്രറ്റ് ആൻഡ് ഇറ്റ് വിൽ ബി ദ മോസ്റ്റ് വേഴ്സ്റ്റ് തിങ് ഇൻ ദ വേൾഡ്. നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മളെ ഏറ്റവും കൂടുതൽ ഉറപ്പിക്കുമ്പോഴാണ് നമുക്ക് ആരും ഇല്ലാണ്ടായി പോകുന്നത്.